ഡൽഹിയിൽ നിന്ന് കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, ഇതാ മെയ് 4-ാം തീയതി വന്ന ഫലമാണ്. മെജോറിറ്റി ഇല്ലാത്ത തമിഴ്നാട്ടിൽ പോലും വിജയിക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു. ഇവിടെയാകട്ടെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF അധികാരം തിരിച്ചുപിടിക്കുന്നത്. അതിൽ തന്നെ കോൺഗ്രസിന് ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള അംഗബലവുമാണ് ഉള്ളത്. അപ്പോഴും മാരത്തൺ ചർച്ചകൾക്ക് ശേഷവും ഒരു മുഖ്യമന്ത്രി എന്ന പേരിലേക്ക് എന്തുകൊണ്ടാണ് എത്താൻ പറ്റാത്ത സാഹചര്യം? ഈ ഫ്ലക്സ് യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി അവസാനിച്ചു എന്ന് വിലയിരുത്താനാകുമോ? അഭിലാഷ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി അവസാനിച്ചു വെച്ചാൽ പരസ്യമായി ഇനി ഒരു വടംവലിക്ക് ഈ മൂന്ന് നേതാക്കൾക്കും കഴിയില്ല എന്നാണ് അവസ്ഥ. ഇനിയിപ്പോൾ പൂർണ്ണമായും ഈ പന്ത് ഹൈക്കമാൻഡിൻ്റെ കോർട്ടിലാണ്. രണ്ട് സാധ്യതകളാണ് ഇനി മുന്നിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ധാരണ അനുസരിച്ച് ഒരിക്കൽ കൂടി ഈ കോൺഗ്രസ് അധ്യക്ഷനുമൊക്കെ ഇരുന്ന് രാഹുൽ ഗാന്ധിയും ഇരുന്ന് തീരുമാനമെടുക്കുന്നു. അതിനേക്കാളും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സാധ്യതയുള്ളത് ഇത്തരം ഘട്ടത്തിലൊക്കെ മാഡത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായം, മുൻ കോൺഗ്രസ് അധ്യക്ഷയുടെ അഭിപ്രായം, അതാണ് ഇവരെല്ലാം പ്രധാനമായും ഉന്നയിച്ചത്. രമേശ് ചെന്നിത്തലടക്കം ഉന്നയിച്ചത് മാഡത്തിൻ്റെ അഭിപ്രായം തേടണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായും അത്തരം ഒരു അഭിപ്രായത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം കേരളം പോലെ കോൺഗ്രസ് ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനം, അവിടെ ഒരു വലിയ വിജയം നേടുന്നു. അത് രാജ്യത്താകമാനം കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു ഊർജ്ജമൊക്കെ ഉണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും ദക്ഷിണേന്ത്യ കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥിതി അത്രത്തോളം ദുർബലമാണ് എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്ത് തീരുമാനമെടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ പാകപ്പിഴ ഉണ്ടാവരുത് എന്ന് കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് വിഷയം വന്നു കഴിഞ്ഞാൽ, സോണിയാഗാന്ധി സാധാരണഗതിയിൽ ഇത്തരം വിഷയത്തിലൊക്കെ നേരിട്ട് ഇടപെടുന്ന ആളല്ല. പക്ഷേ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് വിഷയം വന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധി പെട്ടെന്നൊരു തീരുമാനം പറയുന്ന ആളല്ല. വിശദമായ ചർച്ചകളും അല്ലെങ്കിൽ അത്തരം കൂടിയാലോചനകളും സോണിയാഗാന്ധിയുടെ വിശ്വസ്തരായ നേതാക്കളൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ കൂടിയാലോചിച്ചിട്ടായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AK ആന്റണിയുമായി സ്വാഭാവികമായും സോണിയാഗാന്ധി ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. AK ആന്റണി വിളിച്ച് ഒരു അഭിപ്രായം, ഇങ്ങനെ വിഷയങ്ങളിലൊന്നും പറയുന്ന ആളല്ല. ഈ വിഷയത്തിലല്ല, ഏത് വിഷയത്തിലും ഹൈക്കമാൻഡ് ഇങ്ങോട്ട് അഭിപ്രായം തേടാതെ അങ്ങോട്ട് ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും അഭിപ്രായം പറയുന്ന ഒരാളല്ല. ആന്റണിയോട് അഭിപ്രായം തേടിയാൽ സ്വാഭാവികമായും ആന്റണിയുടെ അഭിപ്രായം ഏറ്റവും നിർണായകമാകും. അക്കാര്യത്തിൽ സോണിയാഗാന്ധിയുടെ തീരുമാനത്തെ അടക്കം സ്വാധീനിക്കാൻ കഴിയുള്ള ഒരാൾ ഇനി AK ആന്റണിയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ വടംവലി നടത്തണമെങ്കിൽ AK ആന്റണിയെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ആ തരത്തിലെ നീക്കം നടത്താൻ പോകുന്നത്, ഈ മൂന്ന് നേതാക്കൾക്കും അതിൻ്റെ അപകടത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് അത്തരത്തിൽ നീക്കം നടത്തിയാലും അല്ലെങ്കിൽ ആന്റണിയുടെ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമെന്നും ഈ മൂന്ന് നേതാക്കളും ഒരേപോലെ പ്രതീക്ഷിക്കുന്നില്ല. അവർ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തീരുമാനം വരട്ടെ എന്നതിനപ്പുറത്തേക്ക് അത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ലീഗിന് എന്തായാലും അത് അറിയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. മാധ്യമങ്ങൾ വഴി ഞങ്ങൾ അറിയേണ്ടി വരരുത്, അതിനു മുമ്പ് ഞങ്ങൾക്ക് അറിയണമെന്നുള്ള താല്പര്യം ലീഗ് എന്തായാലും അറിയിച്ചിട്ടുണ്ട്. പഴയതിനപ്പുറത്തേക്ക് പുറമെ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളുടെ മട്ടിൽ ലീഗ് അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല, അല്ലെങ്കിൽ തീരുമാനമില്ല, ഞങ്ങളുടെ കൂടി ആലോചിക്കണം, അത്തരം എന്തായാലും ആവശ്യങ്ങളൊന്നും തന്നെ ലീഗ് എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നിൽ ഇതുവരെയും വെച്ചിട്ടില്ല. അവർ അഭിപ്രായം പറഞ്ഞു പോയി. ഇനി ഞങ്ങൾ പത്രത്തിൽ അറിയുന്നതിന് മുമ്പ് അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള താല്പര്യം അവർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് തീരുമാനം വരാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനൊന്നും കഴിയില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നിപ്പോൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞയുടെ തിരക്കുകളിലാണ്. രാഹുൽ ഗാന്ധി ചെന്നൈയിലാണ്. എന്തായാലും രാഹുൽ ഗാന്ധി മടങ്ങി വന്ന ഇനി അവരൊരു കൂടിയാലോചന നടത്തണം. കൂടിയാലോചന നടത്തിയ ശേഷമാവും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും കൂടിയാലോചനകൾക്ക് ശേഷം ആണ് പ്രഖ്യാപനം ഉണ്ടാവുക. ഇനിയും വൈകുന്നു എന്ന സൂചന തന്നെയാണ്. ഇപ്പോൾ TG സജിത്ത് കൂടി ചേരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇതാ എത്രയോ ദിവസമായി കാത്തിരിക്കുന്നു. അവിടെ 3 പേരുകൾ, KC വേണുഗോപാലിൻ്റേത്, VD സതീശൻ്റേത്, രമേശ് ചെന്നിത്തലയുടേത്. അതിൽ ആർക്ക് നറുക്ക് വീഴുന്നു എന്നതിൽ ആണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത്. ഡൽഹിയിൽ നിന്ന് കിരൺ ബാബു നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചും ഇന്നിപ്പോൾ ഉണ്ടാകുമോ എന്നതിലൊന്നും ഒരു ഉറപ്പുമില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ ആണ് ഉള്ളത്. ഒരു പക്ഷേ രാഹുലും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ഇതിൽ തീരുമാനമെടുത്ത് കഴിഞ്ഞുവെങ്കിൽ അതും ആകാം. ഔദ്യോഗികമായ പ്രഖ്യാപനം വൈകുന്നതാകാം. എന്തു തന്നെയാണെങ്കിലും ഇപ്പോഴും ആ സസ്പെൻസ് തുടരുകയാണ്. 3 നേതാക്കളുടെയും അനുഭാവികൾ തങ്ങൾക്ക് മെജോറിറ്റി കിട്ടിയിട്ടുണ്ട്, തങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയാകും എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ലേ. അതിനിടയിലാണ് ഈ ഫ്ലെക്സ് യുദ്ധം വലിയ തോതിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് പോയത്. ഇനിയിപ്പോൾ അറിയേണ്ടത്, ഒരു പക്ഷേ ആര് മുഖ്യമന്ത്രിയായാൽ പോലും വീണ്ടും ഈ ഫ്ലെക്സ് യുദ്ധത്തിലേക്കോ പരസ്യ പ്രകടനങ്ങളിലേക്കോ ഒക്കെ കേരളം പോയേക്കാം. അത്തരമൊരു സാഹചര്യം തന്നെയല്ലേ മുന്നിലുള്ളതും സജിത്ത്? അഭിലാഷ്, സവിശേഷമായ ഒരു നയതന്ത്രമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എടുത്തതെന്ന് പറയാം. നേരത്തെ കിരൺ, ഇന്നലെയും ഇന്നുമൊക്കെ കിരൺ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഇത്തരം തർക്കങ്ങൾ പരിഹരിച്ച്
അതിന് വേണ്ടത്ര വൈദഗ്ധ്യമുള്ളവരാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം കിട്ടിയാൽ പോലും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക, അല്ലെങ്കിൽ ഭരണം പോയാൽ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുക, ഇതൊക്കെ കോൺഗ്രസിനെ കുഴയ്ക്കുന്ന വിഷയമാണ് എല്ലാ തവണയും. അത് സമർത്ഥമായി അല്പം നീട്ടിയായാലും പഴി കേൾക്കേണ്ടി വന്നാലും നഷ്ടം നേരിടേണ്ടി വന്നാലും അത് കൈകാര്യം ചെയ്യുകയാണ് കോൺഗ്രസിൻ്റെ പതിവ് ശൈലി. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് അവരുടേതായ ശൈലിയുണ്ട്. ഇന്നലത്തെ കാര്യങ്ങളിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, തീരുമാനം ഹൈക്കമാൻഡ് വിടുന്നു. അതായത് 3 കോർ ടീം അംഗങ്ങൾ, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, ഇവരടങ്ങുന്ന ഒരു സമിതിയായിരിക്കും ഇനി തീരുമാനമെടുക്കുക. അതിനപ്പുറം മറ്റ് സമിതികളിലേക്കൊന്നും പോകുന്നില്ല. മറ്റൊരു പ്രധാനി KC വേണുഗോപാൽ തന്നെ ഇതിൽ കക്ഷിയാണ്. സ്വാഭാവികമായും മറ്റ് 3 പേരുകളിലേക്കാണ് തീരുമാനം വരേണ്ടത്. ഒരുപക്ഷെ തീരുമാനം അവർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ടാവാം. അതിൻ്റെ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ സംബന്ധിച്ച് ഈ തീരുമാനം അതെന്ത് തന്നെയായാലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഏത് തീരുമാനം പ്രഖ്യാപിച്ചാലും അത് വലിയ പൊട്ടിത്തെറികളിലേക്കും തെരുവ് യുദ്ധങ്ങളിലേക്കും പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഹൈക്കമാൻഡ് ഇന്നലത്തെ ഇടപെടലോടുകൂടി തന്നെ ഇതിൽ പൂർണ്ണമായ ഒരു വെടിനിർത്തൽ ഉണ്ടാവുന്നു. പൂർണ്ണമായും പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടാവരുത്. അതിന് 3 നേതാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. അവരൊന്നിച്ച് വന്ന് മാധ്യമങ്ങളെ കാണുന്നു. അപ്പോൾ പൂർണ്ണമായും ഒരു സംഘർഷ സാഹചര്യങ്ങളൊക്കെ ഒഴിവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ മാറുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ഉറപ്പാക്കി. ഇനി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന തീരുമാനം എന്ത് തന്നെയായാലും അത് 3 നേതാക്കളും അംഗീകരിക്കും. ആ ഉറപ്പ് അവർ ഹൈക്കമാൻഡ് കൈമാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അവർക്ക് ഇനി പരസ്യ നീക്കങ്ങൾക്ക് സാധ്യമല്ല. ഈ VD സതീശൻ അടക്കമുള്ളവർ ഒരുപക്ഷെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളും പരസ്യ നീക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്ന സൂചനകൾ അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ പങ്കുവച്ചിരുന്നു. പക്ഷേ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയോടുകൂടി അതിനുള്ള സാധ്യത ഇല്ലാതാകുകയാണ്. അതിനുള്ള സാധ്യതകൾ വിരളമാകുന്നു എന്നതാണ്. കാരണം സതീശൻ കൂടി അംഗീകരിച്ചാണ് അവിടെ നിന്ന് പിരിയുന്നത്. ഈ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അത് കൂടുതൽ യുദ്ധത്തിലേക്കോ തുടർ നീക്കങ്ങളിലേക്കോ പോവാതിരിക്കാനുള്ള ജാഗ്രത കാട്ടൽ ഈ നേതാക്കളുടെ കൂടി ഉത്തരവാദിത്തമായി മാറുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കോൺഗ്രസ് ഏറെ പടി കേൾക്കുകയാണ് തീരുമാനം വൈകുന്നു എന്നതിൽ. തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണ പ്രതിസന്ധിയായിരുന്നു, ഭൂരിപക്ഷമില്ലായ്മയുടെ പ്രശ്നമായിരുന്നു. പക്ഷേ ഒരു വലിയ വിക്ടറി കിട്ടിയ കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന വലിയ രാഷ്ട്രീയ പഴി കേൾക്കുന്നു. ഇന്നത്തെ പ്രധാന മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാവരും എഡിറ്റോറിയലടക്കം കോൺഗ്രസിനെതിരെ എഡിറ്റോറിയൽ എഴുതേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു. കാരണം ദിവസങ്ങൾ നീണ്ടുപോകുന്നു എന്ന സാഹചര്യം സംസ്ഥാനത്ത് ഇനിയും സമയം അനുവദിക്കുന്ന സമയം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഈ തീരുമാനം നീണ്ടുപോകുന്നുണ്ടാക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം ഒട്ടും ചെറുതല്ല. ഈ വലിയ വിജയത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അതിൻ്റെ മേന്മയും ഇല്ലാതാക്കുന്നതായി കൂടി ഇത് മാറുന്നു എന്നാണ് സാഹചര്യം. എന്തായാലും തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ദിവസമല്ല, അല്ലെങ്കിൽ നാളെയോ നെക്സ്റ്റ് ഡേയിലോ തീരുമാനം പ്രതീക്ഷിക്കാം. പക്ഷേ ആ തീരുമാനം വരുന്നതിന് മുമ്പ് കേരളത്തിൽ അത് പ്രശ്നമുണ്ടാക്കുന്നില്ല എന്നൊരു ജാഗ്രതയും ഉറപ്പുവരുത്തലും ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. യെസ്, തീർച്ചയായും ഇപ്പോൾ തന്നെ തീരുമാനം വൈകുന്നു അല്ലെങ്കിൽ വൈകിക്കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു നിരീക്ഷണം. ഇത്ര മെജോറിറ്റിയോടുകൂടി ജനങ്ങൾ UDFനെ തെരഞ്ഞെടുത്തിട്ടും കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നത് വലിയ തോതിൽ വിമർശനം നേരിടുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഞാൻ കിരണിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്. 2 ദിവസത്തിനകം മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് K. മുരളീധരൻ പറഞ്ഞത്. തൻ്റെ അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞു. അതിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം പ്രതികരിച്ചു. ഹൈക്കമാൻഡ് എന്തു തീരുമാനമെടുത്താലും അംഗീകരിക്കും. ഇപ്പോഴത്തെ തർക്കം സ്വാഭാവികമാണ്. അത് പുതിയ തലമുറ വന്നതിൻ്റെ പ്രതിഫലനമാണ് എന്നും K. മുരളീധരൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.